1951 ഇറ്റാലിയൻ ബിസിനസ്സുകാരനായ ഫെലിസെ ബിസിലേരി ഇന്ത്യയിൽ ആദ്യമായി ഫെലിസെ എന്ന നാമത്തിൽ ഒരു മദ്യ കമ്പനി ആരംഭിച്ചു. ഇറ്റലിയിൽ വലിയ ലാഭത്തോടെ പ്രവർത്തിച്ചിരുന്ന ഒരു ബ്രാൻഡായിരുന്നു ഇത്. എന്നാൽ 1969 കമ്പനിക്ക് ഒരുപാട് പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു. അതിന് കാരണം അവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടത് കുപ്പിവെള്ളമല്ലായിരുന്നു. പകരം അവർ ആശ്രയിച്ചത് ടാപ്പ് വെള്ളമോ കിണർ വെള്ളമോ ആയിരുന്നു. അങ്ങനെ വലിയ നഷ്ടങ്ങൾക്കൊടുവിൽ അവർ കമ്പനി വിൽക്കാൻ തീരുമാനിച്ചു. 1969 പാർലി ഗ്രൂപ്പ് ചെയർമാൻ ജയന്തിലാൽ ചൗഹാൻ 4 ലക്ഷത്തിന് ബിസിലേരി വാങ്ങി. 80കളുടെ തുടക്കത്തിൽ ആളുകൾക്ക് കുപ്പിവെള്ളത്തിൽ വിശ്വാസമില്ലെന്ന് മനസ്സിലാക്കിയ ചൗഹാൻ വളരെ വ്യത്യസ്തമായ സ്ട്രാറ്റജിയിലൂടെയാണ് ഈ ബ്രാൻഡിനെ ജനങ്ങളിൽ എത്തിച്ചത്. ആവശ്യക്കാർ വർദ്ധിച്ചതോടെ വ്യാജ ബിസ്ലേരി കുപ്പികൾ വിപണിയിൽ നിറഞ്ഞു. എല്ലാവർക്കുമെതിരെ കേസെടുക്കുന്നതിന് പകരം ഹർ പാനി കി ബോട്ടിൽ ബിസ്ലേരി നഹീൻ എന്ന ക്യാമ്പയിനിലൂടെ ബിസ്ലേരി കുപ്പിയുടെ അടപ്പ് പച്ച നിറമാക്കി മാറ്റി. വർഷങ്ങൾ കടന്നുപോയി. 90കളിൽ എയർലൈനുകളിലും റെയിൽവേയിലും ബിസിനസ് സാധ്യത മനസ്സിലാക്കി ബിസ്ലേരി ഇൻഡസ്ട്രിയിൽ ചുവടുറപ്പിച്ചു. ഇന്ത്യൻ റെയിൽവേ, എയർലൈനുകൾ, ഇവന്റ് സംഘാടകർ എന്നിവരുമായി എക്സിക്യൂട്ടീവ് ഡീലുകൾ സൃഷ്ടിച്ചു. പിന്നീട് അങ്ങോട്ട് ബിസ്ലേരി വളർന്നു. എവിടെ നോക്കിയാലും പച്ച നിറത്തിലുള്ള മൂടിയുമായി ബിസ്ലേരി. റെയിൽവേ സ്റ്റേഷനുകൾ മുതൽ സ്റ്റേഡിയങ്ങൾ വരെ. ഇവിടെ നമ്മൾ പഠിക്കേണ്ട പാഠം സ്പേസ് കണ്ടെത്തി വിശ്വാസം വളർത്തുക, മത്സരത്തെ മറികടക്കുക, നിങ്ങളുടെ ബ്രാൻഡിനെ പകരം വയ്ക്കാനാകാത്ത തരത്തിൽ മാറ്റിയെടുക്കുക. ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോകൾക്കായി ഇപ്പോൾ തന്നെ ബോസ്വാല മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങളും താഴെ കമന്റ് ബോക്സിൽ പറയൂ. ബോസ്വാല, ബി ദ ബോസ്.